ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങൾ നാട്ടിൽ നിന്ന് നേരെ തിരിച്ചു പോവുകയാണ്. ഞാനും അമ്മച്ചിനെ ഉണ്ട്. അമ്മച്ചി എന്തോ ഭയങ്കര കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അച്ഛൻ പറഞ്ഞാൽ കൂടെ ഓട്ടോറിക്ഷയ്ക്ക് അങ്ങ് പോയി രാജകുമാരി ചെന്ന് നിൽക്കാന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പം ഞങ്ങളതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ആ പുതിയ വഴി കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ഇറക്കമുണ്ട് കേട്ടോ. ഇതുണ്ടല്ലേ, നല്ലൊരു ഇറക്കമാണ്. ഇതിന് താഴെയാണ് ആ പുതിയ പാലം പണിതുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ പാലമൊക്കെ ഒന്ന് കാണിച്ചു തരാം. അമ്മച്ചി അതുകൊണ്ട് അമ്മച്ചി ബാംഗ്ലൂർ പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്ന കേട്ടോ. അപ്പം ഇതാണ് ആ പാലം. ഇതുണ്ടല്ലേ, മാങ്ങത്തൊട്ടി ബ്രിഡ്ജ് എന്ന് പറഞ്ഞത് കാണിച്ചേക്കുന്നത്. നല്ല അടിപൊളി വലുപ്പത്തിലാണ് ഇരിക്കുന്നത്. ഞാനത് പുറത്തിറങ്ങിയിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വണ്ടി ഞാൻ ആ ഒരു സൈഡിൽ പാർക്ക് ചെയ്തു. പാർക്ക് ചെയ്തേ നമ്മളപ്പോൾ ഇവിടെ വെക്കുവാണ്. അപ്പോൾ ഇതാണ് ഈ പുഴയുടെ ഒരു സൈഡ് വരുന്നത് കേട്ടോ. ഇതാണ് ആ ഒരു ഫുൾ വ്യൂ വരുന്നത്. അവിടെയാണ് ഞാൻ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത്. ഈയിടെ അടുത്ത നാളിൽ പുതിയതായിട്ട് പണിതേക്കുന്ന ഒരു പാലം കേട്ടോ. അല്ല, അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു പാലമാണ്. ഇത് കണ്ടില്ലേ, നല്ല വലുപ്പമുണ്ട്. വണ്ടി അവിടെ നിർത്തി അച്ഛൻ അമ്മച്ചി അമ്മാവനൊക്കെ അവിടെ നിന്ന് വെച്ച് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. അവരുടെ എങ്ങനെയുണ്ട് പാലമൊക്കെ? അപ്പം ഇവിടെ താഴെ കുറേ ഭായിമാർ ഇന്ന് പണിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യത്തെ പാലത്തിൻ്റെ ഇതിരുന്ന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതേ ഈ താഴെ ഇവിടെ ഇങ്ങനെ ഒരു ക്രോസ് പോയേക്കുന്നുണ്ടോ? അതേ അങ്ങ് അവിടെ നോക്കി കഴിഞ്ഞാൽ ഒരു കെട്ട് കാണത്തില്ല. ആ ലെവലിലായിരുന്നു താഴത്തെ ആദ്യത്തെ പാലം വരുന്നത്. ഇപ്പം അതെല്ലാം മാറിയിട്ട് ഇത്രയും പൊക്കത്തിൽ നല്ല ഇത്രയും ഉയരത്തി വന്നിരിക്കുന്നത്. ഇവിടെയൊക്കെ നമുക്ക് ചക്കയൊക്കെ ഇവിടെ നിന്ന് കറക്റ്റായിട്ട് പറിക്കാം. പിന്നെ പുഴ കഴിഞ്ഞ ദിവസം വെള്ളം കൂടുതലായിട്ട് കിടക്കുന്ന കേട്ടോ കാണുന്നത്. എന്ത് വലിയ വലുപ്പമാണെന്ന് നോക്കി, എന്താ വലുപ്പമാണെന്ന് നോക്കി. ലൈറ്റ് കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലൈറ്റ് എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് പുതിയ പാലത്തിൻ്റെ വിശേഷങ്ങൾ. ഇതാട്ടോ അടുത്ത സൈഡിൽ നിന്നുള്ളൊരു വ്യൂ. അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം പുഴയിലുണ്ട്. നല്ല രീതിയിൽ വെള്ളം പോകുന്നുണ്ടോ? കണ്ടോ, ഒഴുകി പോണേ. നമുക്ക് ആക്ച്വലി ഇവിടുന്ന് കേട്ടോ, ഇവിടുന്നാണ് വെള്ളം വീട്ടിലോട്ട് പമ്പ് ചെയ്ത് കയറി ചെല്ലുന്നത്. നല്ല രീതിയിൽ പുഴ ഒഴുകി പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഒഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉണ്ടല്ലേ, താഴത്തോട്ട് നോക്കി കഴിഞ്ഞാൽ എന്ത് നല്ല കുഴിയാണെന്ന് നോക്കി. അപ്പം നമുക്ക് ഏതായാലും പോകാം. നമ്മൾ ഇനി നിന്ന് കഴിഞ്ഞാൽ സമയം പോകും. അപ്പം നമ്മൾ നേരെ തിരിച്ചു പോവാണ്. ഇപ്പം ചെറുതായിട്ടൊരു തെളിച്ചമൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഏതായാലും നേരെ വിട്ടടിച്ച് വീട്ടിലോട്ട് പോകാം. ബാംഗ്ലൂർ വീട്ടിലേക്ക് പോകാം. പുഴയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വളവാണ് കേട്ടോ ഇത്. അപർണ അച്ഛൻ കൂടെ ഓട്ടോറിക്ഷയൊക്കെ അങ്ങോട്ട് പോയി. വണ്ടി വഴിയൊക്കെ എങ്ങനെ കിടന്ന വഴിയാണെന്നറിയാമോ? ഭയങ്കര മോശമായിട്ട് കിടന്ന വഴിയാണ്. ഇപ്പം നോക്കി നല്ല അടിപൊളിയായിട്ട് വഴിയൊക്കെ നല്ല സെറ്റപ്പായിട്ട് കയറി വന്നു കേട്ടോ. അത് നമ്മൾ നടുവറ്റത്തിനടുത്ത് എത്താറായി. അതെ, നമ്മുടെ നടുവറ്റത്ത് നമ്മൾ പെട്ടെന്ന് നടുവറ്റം എന്ന് പറയുന്ന സ്ഥലത്തെത്തി. പിള്ളേരൊക്കെ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നടുവറ്റം എന്ന് പറയുന്ന സ്ഥലം. നടുവറ്റം സ്ഥലത്തെത്തി നമ്മള്. ഇവിടുന്ന് നമ്മൾ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ രാജകുമാരി പോവാം. ഇതോ അങ്ങ് മുകളിലായിട്ട് അവിടെ ഒരു ടവർ നിൽക്കുന്നതിനടുത്തായിട്ട് ഒരു അമ്പലം ഉണ്ട് കേട്ടോ. അതെ, അമ്മച്ചിയുടെ ഇടവകയിലെ അമ്പലമാണെന്നൊക്കെ അമ്മച്ചി പറയുന്നത്. അവിടെ എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല വഴിയായിട്ടോ എന്നാണെങ്കിൽ ഇവിടെയൊക്കെ. ഞാനിവിടെ ഉണ്ടായിരുന്ന സമയത്ത് വഴി ഒന്നുമില്ലായിരുന്നു. ഞാനിവിടെ നിന്ന് പോയത് വഴിയെല്ലാം നന്നായി, നല്ല സെറ്റപ്പായി. മൊത്തം ഇവിടെയൊക്കെ മുഴുവൻ ഏലത്തോട്ടോ കാര്യങ്ങളൊക്കെ ആയിപ്പോയി. പിന്നെ അടിപൊളി വീടുകൾ വന്നിട്ടുണ്ട്. അടിപൊളി ഒരു വണ്ടി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി സ്ഥലങ്ങളും വഴിയും റോഡും കാര്യങ്ങളെല്ലാം ആയി ഞാനിവിടുന്ന് പോയതോടുകൂടി. ഇതുണ്ടല്ലേ, നല്ല ഒഴുകി പോകുന്ന രീതിയിലാണ് വണ്ടി പോകുന്നത്. നല്ല വഴിയാട്ടോ. നമ്മളങ്ങനെ രാജകുമാരി ടൗണിലെത്തി. ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ഇത് കാണുന്നത്, ദേവമാതാ ഹോസ്പിറ്റൽ. അച്ഛയൊക്കെ ഇവിടെ ഏതോ ഒരു കടയിൽ കയറിയിട്ടുണ്ട്. കടയിൽ കയറണം. അലൻ മോട്ടോഴ്സ്. ഇത് മാതട്ടി വഴി കൂടെ പോകണതാണോ? അതെ, മാതട്ടി വഴി കൂടെ പോണ ബസ്സാണിത്. ഇവിടെ ഒരു കടയിൽ കയറി നിൽപ്പുണ്ടെന്നാണ് അച്ഛ പറഞ്ഞത്.
ഞങ്ങൾക്ക് ഇനി അപ്പോൾ ആ കടയിലൊന്ന് കയറണം. അപ്പം നമ്മൾ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവരെന്തോ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി കടയിലോട്ട് കയറി പോയപ്പോൾ ഞാനിവിടെ നിൽക്കുന്നു. ഇവിടെ നമ്മുടെ ഓട്ടോ അടുപ്പുണ്ട്, അതിൻ്റെ അകത്ത് അപ്പു ഇരിപ്പുണ്ട്. ഇത് രാജകുമാരിയുടെ ഇങ്ങനെ ഒരു സൈഡാട്ടോ. ഇതാണ് ഇവിടുത്തെ തിയേറ്റർ വരുന്നത്, ഉള്ളിൽ കാണുന്നതാണ് തിയേറ്റർ വരുന്നത്. നമ്മളിവിടെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. പുറത്ത് ഇവിടെ നിന്ന് ഭയങ്കര ഫോണിൻ്റെ അകത്തെന്തോ കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. അതിന് ഭയങ്കര നാണോ അതുകൊണ്ട് പോകട്ടോ. അങ്ങനെ ഞങ്ങൾ രാജകുമാരിയിലെ ഫുള്ള് പരിപാടി തീർത്തിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നേരെ ബാംഗ്ലൂരിന്. ഇപ്പോൾ ഇടയ്ക്ക് ഇവിടുന്ന് കുറച്ച് അപ്പുറമാരായിട്ടൊരു സ്ഥലത്തൊന്നും കൂടെ ഒന്ന് നിർത്താനുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ് നേരെ നമ്മൾ റിട്ടടിച്ച് പോവാണ്. നമ്മളിപ്പോൾ നിലവിൽ രാജകുമാരി, നമ്മളപ്പോൾ അങ്ങനെ രാജകുമാരി പള്ളിയുടെ അടുത്തെത്തി. കുറേ അപകടം നടന്നുകൊണ്ടിരുന്ന സ്ഥലം കേട്ടോ. അതുകൊണ്ട് ഇവിടെ ആയതുകൊണ്ടല്ലേ ഇവിടെ ഒരു അപകട മേഖല എന്നൊക്കെ പറഞ്ഞ് പാലക്കാട് പോലീസുകാർ എഴുതി വെച്ചിട്ടുണ്ട്. വണ്ടികളൊക്കെ പറന്നായിരുന്നു വന്നുകൊണ്ടിരുന്നത്, അതുകൊണ്ടാണ് അവിടെ അങ്ങനത്തെ എഴുതി വെച്ചത്. നമ്മൾ നിലവിൽ എസ്റ്റേറ്റ് പൂപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തെത്തി കേട്ടോ. സോ ഇവിടുന്ന് തൊട്ട് നമുക്കിനി മുതൽ തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടു തുടങ്ങാം. റോഡിൻ്റെ ഇരുവശത്തും നിറയെ തേയിലത്തോട്ടങ്ങളാട്ടോ. അതായത് കണ്ടില്ലേ, നിറയെ അടിപൊളി ലുക്ക് എന്ന് പറഞ്ഞാൽ അടിപൊളി ലുക്കാണ് ഇവിടുത്തെ ഈ തേയിലത്തോട്ടങ്ങൾക്ക്. പിന്നെ കൂടാതെ പഴയ കുറേ കടകളും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും മുഴുവനായിട്ട് നമുക്ക് തേയിലത്തോട്ടങ്ങളൊക്കെ കാണാൻ പറ്റും. നിറയെ തേയിലത്തോട്ടം എന്ന് പറഞ്ഞാൽ നിറയെ തേയിലത്തോട്ടമാണ്. അതിൻ്റെ ആ പച്ചപ്പൊക്കെ കാണുമ്പോഴും പിന്നെ അതിൻ്റെ നടുക്കോടെ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടൊക്കെ പോകുമ്പോഴുണ്ടല്ലോ, അത് വല്ലാത്ത ഫീല് തന്നെയാണ്. ഈ നിൽക്കുന്ന മരങ്ങൾ പൈൻ മരങ്ങളാട്ടോ നിൽക്കുന്നത്. അതിൽ നിറയെ കുരുമുളക് കൃഷിയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ നിലവിൽ പൂപ്പാറ എന്ന് പറയുന്ന ടൗണിനടുത്തെത്താറായി. അതായത് പൂപ്പാറ ടൗൺ തുടങ്ങിയതിൻ്റെ കേട്ടോ ഇത്ര ഈ വീടുകൾ, പിന്നെ ചെറിയ ചെറിയ കപ്പേളകളൊക്കെ കാണുന്നത്. ഇവിടെയും തേയിലത്തോട്ടം അത്യാവശ്യത്തിനുണ്ട്. അതായത് റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ചെറിയ പുഴയിലെ നമ്മൾ ആദ്യം കണ്ട ആ പുഴ കേട്ടോ, അത് ഇവിടുന്ന് ആനയിറങ്ങലിൽ നിന്ന് വന്ന് ഇതുവഴി വന്ന് പോകുന്നതാണ്. അത് ഇവിടെയൊക്കെ വരുമ്പോൾ ചെറിയ രീതിയിലാണ്, പക്ഷേ നമ്മുടെ ആ സ്ഥലത്ത് എത്തുമ്പോഴത്തേക്കും അത്യാവശ്യം വലിയ പുഴയായിട്ട് മാറുന്നുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് താമസിക്കുന്നവർ തമിഴ് വംശത്തിൽപ്പെട്ട ആൾക്കാരാട്ടോ. കാരണം തൊട്ടടുത്ത് തന്നെ തമിഴ്നാടുള്ളതുകൊണ്ടാണ്. മലയാളികളും ഉണ്ട്, പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് തമിഴ് സംസാരിക്കുന്ന ആൾക്കാരൊക്കെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇത് പണ്ട് മൂന്നാറിന് തിരിഞ്ഞു പോകുന്ന ഒരു ജംഗ്ഷനായിരുന്നു. പുതിയ വഴി വന്നതുകൊണ്ട് അപ്പോൾ അതുവഴിയാണ് ഏർപ്പെടുന്നത്. പുതിയ വഴി ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് പോകും. സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ നെടുങ്കണ്ടത്തിന് പോകുന്ന വഴിയാണ് കേട്ടോ. സോ നമ്മളിവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ട് നമ്മൾ നേരെ ഇനി ബാംഗ്ലൂർക്ക് പോകാനുള്ള വഴിയിൽ കയറുകയാണ്. സോ ഇവിടെ നിന്നാണ് തമിഴ്നാട്ടിലേക്കുള്ള ബസ്സൊക്കെ വന്ന് നിർത്തി ആളുകൾ കയറി പോകുന്നത്. ഇവിടെ അത്യാവശ്യം നല്ലൊരു ഡെവലപ്പ് ആയി വരുന്നൊരു ടൗണും കൂടി കേട്ടോ ഈ പൂപ്പാറ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ നാഷണൽ ഹൈവേയിലോട്ട് കയറി. ഇവിടെ മൂന്നാറിനൊക്കെ എഴുതിച്ചിട്ടുണ്ട്. ഈ വഴി സ്ട്രെയിറ്റ് ലെഫ്റ്റ് സൈഡിൽ കൂടെ സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് മൂന്നാറിനെത്താം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയാണ് കേട്ടോ ഈ കാണുന്നത്. എന്നാണെങ്കിൽ നല്ല അടിപൊളി റോഡാണ് ഈ വഴി. നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി വഴിയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ നാട് വിട്ട് പൂപ്പാറയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനിയിപ്പോൾ നേരെ ബോഡിമെട്ട് പോവുകയാണ്. ഈ പോകുന്ന വഴിക്ക് കുറേ മുഴുവൻ തേയില കൃഷികളാണോ, മുഴുവൻ ആൾക്കാർ കൊളുന്തൊക്കെ എടുത്തോണ്ടിരിക്കുന്നുണ്ടോ, കൊളുന്തൊക്കെ എടുത്തോണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. അതിൻ്റെ ഇലയാണ് ആ റോട്ടിൽ കൂടെ മുഴുവൻ കാണുന്നത് കേട്ടോ. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിൽ മുഴുവൻ അങ്ങനെയാണ്. റൈറ്റ് സൈഡ് ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഇവിടുത്തെ ഏറ്റവും ലാസ്റ്റത്തെ, കേരളത്തിലെ ഏറ്റവും ലാസ്റ്റത്തെ പെട്രോൾ പമ്പ്. ഭയങ്കര പൈസ കേട്ടോ ഇവിടെ. താഴെ നമ്മളിപ്പോൾ പെട്രോൾ അടിച്ചിട്ട് പോകുന്നത് 107 രൂപ 86 പൈസക്കാണ്. ഇവിടെ 108 രൂപ 109 രൂപ വരും. ഇവിടെ നിന്ന് അങ്ങനെ ഇനിയിപ്പോൾ ഫോറസ്റ്റ് ഏരിയ തുടങ്ങുവാണ്. ഇവിടെ മിക്കപ്പോഴൊക്കെ ഒരു ആന ഇറങ്ങി വന്ന് നിൽക്കുന്നതാണ്. പക്ഷെ ഈ അടുത്തകളിലൊന്നും ഇവനൊന്നും കാണുന്നില്ല കേട്ടോ. വഴിയിൽ ചേട്ടന്മാര് മരുന്നടിക്കുന്ന കേട്ടോ കാണുന്നത്. തമിഴ്നാടിന്റെ വണ്ടി വരുന്ന നോക്കി. മുകളിലായിട്ടൊരു റിസോർട്ട് പോലെ എന്തോ ഒരു സാധനം പണിത് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്താണെന്ന് കറക്റ്റ് ആയിട്ട് കാണത്തില്ല. മലമുകളിൽ ചെറുതായിട്ടാട്ടോ ക്യാമറ കാണുന്നത്. മലമുകളിലായിട്ടൊന്നും ഇരിപ്പുണ്ട്. ഇവിടെ ഒരു ചെറിയ മണ്ണിടിച്ചിലുണ്ടാകാൻ തോന്നുന്നു. അയാളിൽ നിന്ന് മണ്ണൊഴിക്കാൻ വന്നയാടി ഇടിഞ്ഞാടി വന്നേക്കുന്നത്. അങ്ങനെ നമ്മള് പന്നിയാർ എസ്റ്റേറ്റിന്റെ അടുത്തെത്താറായി. പന്നിയാർ എസ്റ്റേറ്റ്
തൊണ്ടിമല. ഇതാണ് തോണ്ടിമല. തോണ്ടിമല തോണ്ടിമല ഇതുണ്ട്. അത് മലയിലോട്ട് നോക്കി നല്ല രസമില്ല കാണാൻ. ഇതിന്റെ താഴെ കാണുന്ന ആനയിറങ്ങൽ ഡാമിന്റെ ഒരു ഭാഗങ്ങളാട്ടോ ഇതിന്റെ താഴെ വരുന്നത്. താഴെ കാണുന്ന ആനയിറങ്ങലിന്റെ ഓരോ ഭാഗങ്ങളാണ്. ഇവിടെ കുറെ ചേട്ടന്മാര് ഏതാണ്ട് വണ്ടി നിർത്തിവെച്ചെന്ത് ഭയങ്കര കാര്യങ്ങൾ പറഞ്ഞോണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ. ദൂരെ നോക്കി കഴിഞ്ഞാൽ കുറെ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പറ്റും കേട്ടോ. വഴി കിടക്കുന്നുണ്ട്, അല്ലെ പാമ്പ് കിടക്കുന്നവരുണ്ട് വഴി കിടക്കുന്നു. ഇതിന്റെ താഴെ ഈ വഴിയുടെ താഴെയായിട്ട് വരുന്ന മുഴുവൻ മറ്റേ ആനയിറങ്ങൽ ഡാമിന്റെ ക്യാച്ച്മെന്റ് ഏരിയ ഒക്കെ ആട്ടോ വരുന്നത്. ശരിയാ പറഞ്ഞത്. ഈ കാണുന്ന ഒരു ഹോം സ്റ്റേ ആട്ടോ, ലഷ് ഹോം സ്റ്റേ എന്ന് പറയുന്നത്. ഇതുണ്ടതേ ഇവിടെ ആയിട്ടൊരു വെള്ളച്ചാട്ടം ഉണ്ട്, ചെറിയൊരു വെള്ളച്ചാട്ടം. അങ്ങ് മണ്ടേന്ന് വരുന്നതാണോ, മുകളിൽ നിന്ന് വരുന്ന കേട്ടോ. ഇവിടെ ചെറിയൊരു കടയൊക്കെ ഉണ്ട്. ഇതുണ്ടല്ലേ കുറെ ഇതുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ലവ് ഷോർ വാട്ടർഫോൾസ് എന്നാണ് ഈ സാധനത്തിന് ഇത് എഴുതി വെച്ചേക്കുന്നത്. ഇതിന്റെ പേര്, ഈ സ്ഥലത്തിന്റെ പേര് പറയുന്നത് ലവ് ഷോർ ജംഗ്ഷൻ എന്നാട്ടോ. ഇത് അവിടെ ഒരു ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അത് അവിടെ ഒരു കോഷനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ക്രോസ് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. ഇതുണ്ടല്ലേ ഈ വെള്ളം ചാടി വരുന്ന കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അപ്പം ഈ കാണുന്ന ചെറിയ ഇതായിരുന്നു കേരളത്തിന്റെ ചെക്ക് പോയിന്റ്. അപ്പൊ അത് മാറ്റിയിട്ട് അവര് ഈ കാണുന്ന സ്ഥലത്തോട്ടായി. ഇതാണ് എക്സൈസ് ചെക്ക് പോസ്റ്റ് ബോഡിമെട്ടാട്ടോ. ഇത് സ്ഥലത്തിന്റെ ഒരു ബോഡിമെട്ട് എന്നാണ്, എക്സൈസ് ചെക്ക് പോസ്റ്റ് ആണിത്. ഈ കാണുന്ന സ്ഥലം ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റ് ബോഡിമെട്ടാട്ടോ. ഇതാണ് നമ്മൾ ഇവിടുന്ന് കയറി പോകുന്നതാണ്. ബാംഗ്ലൂര്, നാഗർകോവില് എല്ലാത്തിന്റെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് കേരള തമിഴ്നാട് ബോർഡർ വരുന്നത്. ഇതുണ്ടല്ലേ, ഇതാണ് ബോഡിമെട്ടിന്റെ ഒരു ഇത് വെച്ചേക്കുന്നത്. ഇതെല്ലാം തമിഴ്നാട്ടിൽ നിന്ന് ബസ് നിർത്തി വെച്ച പോകാൻ വേണ്ടി നിർത്തിയേക്കുന്ന കേട്ടോ. പോരുന്ന വഴിക്ക് പറഞ്ഞ ഇങ്ങനെ ഒരു മാങ്ങയൊക്കെ കണ്ടുപിടിച്ചു. ഞങ്ങളപ്പോൾ മാങ്ങയൊക്കെ വെച്ചത് എനിക്ക് മാങ്ങയൊക്കെ തോന്നിരിക്കുന്നത്. അവരിനെ രണ്ടെണ്ണമൊക്കെ പിടിച്ചോണ്ട് മാങ്ങ തോന്നിരിക്കുന്നത്. ഞങ്ങൾ നേരെ ഈ താഴത്തോട്ട് ഇറങ്ങുകയാണ്. എന്താ എൻ്റെ മുന്നിൽ കാണുന്ന ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഇവിടുത്തെ തമിഴ്നാട്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് തമിഴ്നാട് സർക്കാരിൻ്റെ ചെക്ക് പോസ്റ്റ് വരുന്നതാണ് ഈ കാണുന്നത്. നമുക്കിനി മുന്നോട്ട് പോവാം. ഇതാണ് ചെക്ക് പോസ്റ്റ് വരുന്നത് കേട്ടോ. പോലീസ് ചെക്ക് പോസ്റ്റ് തമിഴ്നാട്. അപ്പം ഇതാണ് ഫസ്റ്റ് വളവ് വരുന്നത്. 17 വളവിൽ ഫസ്റ്റത്തെ വളവാണിത്. ഇനി തൊട്ട് ഇങ്ങനെ താഴത്തോട്ട് കുറെ വളവ് കേട്ടോ. അടുത്ത് തന്നെ രണ്ടാമത്തെ വളവുണ്ട്. ഇനി ബാക്കിയുള്ള വളവൊക്കെ കുറച്ച് ദൂരത്തിലാണ്. ഇതുണ്ട്, ഇത് രണ്ടാമത്തെ വളവ്. നമ്മളങ്ങനെ മെട്ടിറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. മെട്ടിൻ്റെ കുറച്ച് ഭാഗത്ത് വരെ അത്യാവശ്യം ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട്. സോ ഇവിടെയൊക്കെ കുറച്ച് വ്യൂ പോയിൻ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ടൂറിസ്റ്റുകളായിട്ട് വരുന്ന ആൾക്കാരെല്ലാം വണ്ടി നിർത്തി അവിടെ നിന്ന് നോക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ കുറച്ചിങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി വ്യൂ ആട്ടോ താഴ്ഭാഗത്തേക്ക് നോക്കാനായിട്ട്. ഇതാ ഇവിടെ നിന്നൊക്കെ ആണെങ്കിൽ നോക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആണ്. ഇത് പണ്ട് 2018 മഴയുണ്ടായ സമയത്ത് ഇവിടെയും കുറച്ച് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് അവിടെ ആ മണ്ണൊക്കെ കൂട്ടിയിരിക്കുന്നത് കണ്ടത്. വഴിയെ കുറച്ച് ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു. ഇതായത് കണ്ടില്ലേ എന്ത് ഭംഗിയാന്ന് നോക്കി ആ മലനിരകളൊക്കെ കാണാൻ വേണ്ടി. ആക്ച്വലി നമ്മളിത് കേരളത്തിൽ നിന്ന് കേരളത്തിനെയും വിഭജിക്കുന്നതായി ഈ ഒരു മലയുള്ളതുണ്ടോ, ആ മലയാണ് നമ്മൾ താഴത്തോട്ട് ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതാണെങ്കിൽ നല്ല അടിപൊളി വ്യൂ ആണ് ഈ മലയൊക്കെ കാണാനായിട്ട്. നമ്മൾ ഏകദേശം പുലിക്കുത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിനടുത്ത് എത്താറായി. ഈ പുലിക്കുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പണ്ട് നിറയെ പുലികളുണ്ടായിരുന്നു. ഒരു പട്ടി പോലും ആ സ്ഥലത്തില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ പുലികളൊന്നുമില്ല. അപ്പോൾ പണ്ട് പുലി ഉണ്ടായിരുന്ന സമയത്ത് പട്ടികൾ പോലും ഇല്ലാതെ മൊത്തം ആളുകളെല്ലാം അവിടെ നിന്നെല്ലാം മാറിപ്പോയി താമസിക്കുമായിരുന്നാണ് കേട്ടിട്ടുള്ളത്. ഇപ്പോൾ അവിടെ പുലികളോ കാര്യങ്ങളൊന്നുമില്ല. നിറയെ കുറേ കുരങ്ങന്മാരെ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ അതുകൂടാതെ തന്നെ നല്ല മഴയൊക്കെയുള്ള സമയത്ത് അവിടെ വലിയൊരു വെള്ളച്ചാട്ടവും കൂടി ഉണ്ടായിരുന്നു. ഇതാണെങ്കിൽ ഒരു അടിപൊളി ലുക്കായിരുന്നു ആ വെള്ളച്ചാട്ടം. നമ്മളിപ്പോൾ ഏകദേശം അതിനടുത്ത് എത്താറായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 2-3 ചെറിയ വളവും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പുലിക്കുത്ത് എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തെത്തും. നല്ല അടിപൊളി വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി വ്യൂ കേട്ടോ. നമ്മളങ്ങനെ പുലിക്കുത്ത് എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തെത്തി. ഈ കാണുന്ന ആ വണ്ടി കിടക്കുന്ന സ്ഥലത്ത് കാണുന്നതാണ് പുലിക്കുത്ത് എന്ന് പറയുന്ന സ്ഥലം.
അതിൻ്റെ തൊട്ടടുത്ത് മുകളിലായിട്ട് കാണുന്ന ഒരു ചെറിയ അമ്പലം കേട്ടോ. പക്ഷേ പുലുക്കത്തിൽ പട്ടി പോലും ഇല്ല എന്ന് പറഞ്ഞാൽ ഇപ്പം നിറയെ കുരങ്ങന്മാരും അതിൻ്റെ കുഞ്ഞുങ്ങളുമാണ്. നിറയെ കുരങ്ങന്മാരുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ പാലത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് പുലിക്കുത്ത് വെള്ളച്ചാട്ടം വരുന്നത്. ഇപ്പോൾ ചെറിയ രീതിയിലുള്ള വെള്ളച്ചാട്ടമേ ഉള്ളൂ. നമ്മളങ്ങനെ പുലിക്കുത്ത് വെള്ളച്ചാട്ടത്തിനോട് വിട പറഞ്ഞ് മുന്നോട്ട് പോവുക കേട്ടോ. ചെറിയൊരു മഴയ്ക്കുള്ള ചാൻസൊക്കെ കാണുന്നുണ്ട്. ചെറുതായിട്ട് മഴത്തുള്ളികളൊക്കെ വീഴുന്നുണ്ടായിരുന്നു. നമ്മൾ മെട്ടിറങ്ങുന്നതിന് മുൻപായിട്ട് ചെറിയ രീതിയിൽ മഴയൊന്ന് പെയ്ത് പോയിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും നല്ലൊരു ക്ലൈമറ്റ് ആട്ടോ ഇന്നുണ്ടായിരുന്നത്. നമുക്കേതായാലും മുന്നോട്ട് തന്നെ പോകാം. എന്താ ഈ സൈഡിൽ നിന്നൊക്കെ നമ്മൾ താഴത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തമിഴ്നാടിൻ്റെ നല്ല അടിപൊളി വ്യൂ കാണാൻ പറ്റും കേട്ടോ. ആ ചെറുതായിട്ട് കാണുന്ന തമിഴ്നാട്ടിലെ ഓരോരോ ബിൽഡിങ്ങുകളാണ്. അത്യാവശ്യം നല്ല വ്യൂ എന്ന് പറയുന്നത് നല്ല വ്യൂ ആണ്. അങ്ങനെ നമ്മൾ താഴെ നിന്ന് വരുമ്പോൾ ഒരു 8ാമത്തെ വളവിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനിയും കുറേ വളവുകളുണ്ട് കേട്ടോ താഴത്തോട്ട് പോകാൻ. ഇപ്പം ഈ കാണുന്നതാണ് ബിസ്ക്കറ്റ് പാറ എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. ഇതുണ്ടല്ലേ ബിസ്ക്കറ്റ് അടുക്കി വെച്ചേക്കുന്ന മാതിരി ഇരിക്കുന്ന സ്ഥലമാണ്. ഇതുണ്ടല്ലേ ബിസ്ക്കറ്റ് പാറ. നല്ല അടിപൊളി കേട്ടോ കാണാൻ. ആ മലകളൊക്കെ കാണാൻ നല്ല അടിപൊളിയാണ്. താഴത്തോട്ടൊക്കെ കാണാൻ വേണ്ടി കറക്റ്റ് ബിസ്ക്കറ്റ് വെച്ചേക്കുന്നവർ തന്നെ ഉണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ബിസ്ക്കറ്റ് പാറ എന്നുള്ളത്. ആക്സിഡന്റ് ആണ്. അപ്പം ഞങ്ങൾ മലയെല്ലാം ഇറങ്ങി ബോഡിമെട്ട് ഇറങ്ങി ഞങ്ങൾ ഏറ്റവും താഴെ വന്നു. ലെവൽ വഴി കൂടെ നമ്മൾ പോകൊണ്ടിരിക്കുകയാണ്. ചെറിയ രീതിയിൽ മഴത്തുള്ളിയൊക്കെ വീഴുന്നുണ്ട് കേട്ടോ. പക്ഷെ വലിയ തിരക്കൊന്നുമില്ല ഇവിടെ. പിന്നെ ല്ലേ ചെറുതായിട്ട് മഴത്തുള്ളികളൊക്കെ വീഴുന്നുണ്ട്. ചെറുതായിട്ടേ ഉള്ളൂ. നല്ല രസമുണ്ട് വഴിയൊക്കെ കാണാൻ വേണ്ടി. തേങ്ങയൊക്കെ മാങ്ങയും തേങ്ങയൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല രസമല്ലേ ഇതിൻ്റെ അകത്തോടെ പോകാൻ വേണ്ടി. ആക്ച്വലി കേരളത്തിലാണ് കേരള നാടെന്നാണ് അറിയപ്പെടുന്നത്. പക്ഷെ തമിഴ്നാട്ടിലാട്ടോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ തെങ്ങുള്ളത്. ല്ലേ നിറയെ ഇവിടെ ചക്കയൊക്കെ വെക്കാൻ വെച്ചേക്കുന്നു. ചക്ക, കരിക്കിൻ വെള്ളം പറഞ്ഞ കുറെ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നല്ല പിന്നെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴി ആയതുകൊണ്ട് പിന്നെ കുഴപ്പങ്ങളൊന്നുമില്ല. എന്താ വെച്ചാൽ എങ്ങനെ ഉണ്ടായിരുന്നു ഓടി വിട്ട് ഇറങ്ങിയിട്ടൊക്കെ? ഇനി ഞങ്ങൾ കുറച്ച് ലേറ്റായി. ആക്ച്വലി 2 മണിയായി. വിട്ടടിച്ച് പോട്ടെ. ഇനി ഞങ്ങൾ എവിടെ നിർത്തുവാണെങ്കിൽ അവിടെ വെച്ച് ഞങ്ങൾ വീഡിയോ എടുത്താൽ കേട്ടാ. പറഞ്ഞേ ബൈ ബൈ ഒന്നും അല്ല നമ്മൾ പറയുന്നത്. ബോഡിയിൽ ആക്ച്വലി റെയിൽവേ സ്റ്റേഷൻ ഉള്ളതിന്റെ ഒരിതാണ്. ഫ്ലൈ ഓവർ പണി കേട്ടോ. ഒരു എഞ്ചിനൊക്കെ കിടക്കുന്നുണ്ട്. ട്രെയിനിന്റെ ഒരു എഞ്ചിൻ കിടക്കുന്നുണ്ട്. ഭാരതീയ റെയിലിന്റെ ഒരു എഞ്ചിനൊക്കെ അവിടെ വന്ന് കിടപ്പുണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇതുള്ളത്. ഇതാണ് റെയിൽവേ ക്രോസിങ് കേട്ടോ. ഒരു ബസ് ഈ ബസ്സിന്റെ ഈ തമിഴ്നാട്ടിലെ ഈ ഫ്രണ്ട് സൈഡില് ഇങ്ങനെ ഈ പിങ്ക് കളർ അടിച്ചേക്കുന്ന ബസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് സംവരണം കേട്ടോ. ഇത് ആ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് വന്നപ്പോഴത്തേനും അതിശക്തമായിട്ടുള്ള മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കാരണം ഇതിന് മുന്നോട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ സാധിക്കുന്നില്ല. കാരണം അത്യാവശ്യം ഇരുട്ടുമായി തുടങ്ങി, നല്ല മഴയുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ദയവായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.